രാജ്യതലസ്ഥാനത്തേക്ക് പോയാൽ ഗൗതം തയ്യാറാണ്. പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഗൗതം പങ്കുവെക്കാനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വിജ്ഞാപനം ഇറങ്ങി. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 19-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം പശ്ചിമബംഗാളിൽ CPM കോൺഗ്രസ് സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. 2 സീറ്റുകളിൽ CPM മത്സരിച്ചേക്കും. തീവ്ര ഇസ്ലാമിക സംഘടനയായ ISF-ന് 6 സീറ്റുകളിൽ മത്സരിക്കും. അതേസമയം ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട ശക്തമാണ്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഛത്തീസ്ഗഡിൽ BJP അധികാരത്തിലേറ്റ ശേഷം ശക്തമായ തിരിച്ചടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് നേരെയുള്ളത്. ഭീകരവേട്ട വീണ്ടും ശക്തമാക്കിയിട്ടുണ്ട്. ഗൗതം, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ കോൺഗ്രസും CPM തമ്മിലുള്ള പശ്ചിമബംഗാളിലെ ഒരു കൂട്ടുകെട്ടാണ്. അതിന് മുൻപ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പശ്ചിമ ബംഗാളിൽ നേരത്തെ തന്നെ CPM-ഉം കോൺഗ്രസും കൈകോർക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. 2016 മുതൽ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും കോൺഗ്രസ് CPM സഖ്യമാണ് പശ്ചിമ ബംഗാളിലുള്ളത്. 2 രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥിതി ബംഗാളിൽ അതിദയനീയമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. ബംഗാൾ CPM-നെ സംബന്ധിച്ച് 34 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സംസ്ഥാനമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള അടിത്തറയില്ല. CPM-ന്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായി ദുർബലപ്പെട്ടു പോയൊരു സംസ്ഥാനമായി ബംഗാൾ മാറിയിരിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചും സാഹചര്യം മറ്റൊന്നുമല്ല. അതിനാൽ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിനെയും BJP-യെയും നേരിടാൻ കഴിയില്ല എന്ന കൃത്യമായ തിരിച്ചറിവ് ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്കും കുറേ നാളുകളായി ഉണ്ട്. ഈ 2 കക്ഷികളുടെയും ദേശീയ നേതൃത്വം ചില ഘട്ടങ്ങളിലൊക്കെ ഈ സഖ്യത്തെ എതിർക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ സഖ്യമില്ലാതെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും CPM-നും കഴിയാത്ത സാഹചര്യം. കാരണം രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിലനിൽപ്പ് തന്നെ പൂർണ്ണമായി തന്നെ ഇല്ലാണ്ടാകുന്നൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വീണ്ടും പശ്ചിമ ബംഗാളിൽ CPM-ഉം കോൺഗ്രസും സഖ്യത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. 24 സീറ്റുകളിൽ CPM-ഉം 12 കോൺഗ്രസും എന്ന നിലയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഒപ്പം ഇതിൽ വളരെ ശ്രദ്ധേയമെന്നത് ഇസ്ലാമിക തീവ്ര സംഘടനയായിട്ടുള്ള ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടുമായും ഇവർ സഖ്യത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. നേരത്തെ 2021-ലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ISF എന്ന അബ്ബാസ് സിദ്ദിഖി എന്ന തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്ന ഒരു മതപണ്ഡിതനാണ്. ഇയാളുടെ പാർട്ടിയാണ് ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് എന്ന പേരിൽ 2021-ലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപീകരിച്ച ISF. തീവ്ര മുസ്ലിം വോട്ടുകൾ സ്വരൂപിക്കുക, ശേഖരിക്കുക എന്നത് തന്നെയാണ് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. AIMIM ഒക്കെ പോലെയുള്ള മറ്റൊരു മുസ്ലിം തീവ്രത മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അങ്ങനെയുള്ള കക്ഷിയുമായി കൂടി സഖ്യം ചേർന്നുകൊണ്ടാണ് CPM-ഉം കോൺഗ്രസും ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, കേരളത്തിലൊക്കെ വലിയ മതേതരത്വത്തെ പറ്റി സംസാരിക്കുന്ന CPM-ആണ് ഇപ്പോൾ ബംഗാളിൽ ഈ ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള അതിതീവ്ര മുസ്ലിം നിലപാട് സ്വീകരിക്കുന്ന ISF-വുമായി ചർച്ചകൾ നടത്തുന്നത്. 2021-ലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം, ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിച്ചു. BJP അവിടെ ഒരു വലിയ ശക്തിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്താർജിച്ചു. കേവലം 3 MLA-മാർ മാത്രമുള്ള BJP 75 എന്ന വലിയ നമ്പറിലേക്ക് ബംഗാളിലെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിക്കഴിഞ്ഞാലും തൃണമൂൽ കോൺഗ്രസ് 23, BJP 18 എന്ന നിലയിലാണ്. അവിടെ എങ്ങും CPM ചിത്രത്തിൽ പോലുമില്ല. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ CPM ഒരു സീറ്റിൽ പോലും ബംഗാളിൽ വിജയിച്ചിരുന്നില്ല. അങ്ങനെ അതിദയനീയമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസുമായും അതോടൊപ്പം തന്നെ തീവ്ര ഇസ്ലാമിക സംഘടനയായ ISF-വുമായും സഖ്യം ചേർന്നുകൊണ്ട് ബംഗാളിൽ മത്സരിക്കുന്നതിനെ പറ്റി ഇപ്പോൾ CPM-ഉം കോൺഗ്രസും പരസ്പരം ആലോചിക്കുന്നത്. ചോദ്യം അപ്രസക്തമാണെന്നറിയാം, എന്നാൽ പോലും എവിടെ ഇന്ത്യ മുന്നണി? ഉമേഷ്, INDA മുന്നണിയെ പറ്റി വലിയ തോതിൽ ചർച്ചകൾ നടന്ന ഒരു സംസ്ഥാനം തന്നെയാണ് പശ്ചിമ ബംഗാൾ. നമുക്കറിയാം, മമതാ ബാനർജി INDA മുന്നണിയുടെ ഒരു വലിയ മുഖമായിരുന്നു ഒരു സമയത്ത്. കഴിഞ്ഞ വർഷം പട്നയിൽ ഈ മുന്നണി രൂപീകരിക്കുമ്പോൾ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും ഒക്കെ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളും സീതാറാം യെച്ചൂരിയും ഒക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ടാണ് ഈ മുന്നണി രൂപീകരിച്ചത്. BJP-ക്കെതിരെ ലോക്സഭയിലെ എല്ലാ മണ്ഡലങ്ങളിലും 543 മണ്ഡലങ്ങളിലും പൊതു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന പ്രഖ്യാപനവും ഇന്ത്യ മുന്നണി നടത്തിയിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാറും
മമതാ ബാനർജിയുമൊക്കെ INDA മുന്നണിയോട് യാത്ര ചോദിച്ച് സ്വന്തം നിലയിൽ അവരെല്ലാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. നിതീഷ് NDAയിലെത്തി. ബംഗാളിലേക്ക് വരുമ്പോൾ മമതാ ബാനർജി ആദ്യം തന്നെ ഉടക്കിട്ടു. മമത കൃത്യമായി പറഞ്ഞത് കോൺഗ്രസിനെ കൊണ്ടും CPM കൊണ്ടും ഒന്നും ഒരു കാര്യവുമില്ല, ഇതൊക്കെ വെറുതെ കൂടെ നിർത്താം എന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ 10 വോട്ട് പോലും കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് CPM കോൺഗ്രസും എന്നൊക്കെയുള്ള കൃത്യമായ വിലയിരുത്തൽ മമതാ ബാനർജിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. അതോടുകൂടിയാണ് പശ്ചിമ ബംഗാളിലും ഈ മുന്നണി അപ്രസക്തമായത്. അതിനാൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ്. 42 സീറ്റുകളാണ് പശ്ചിമ ബംഗാളിൽ ലോക്സഭയിലേക്കുള്ളത്. ആ 42 സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അതോടുകൂടി INDA മുന്നണിക്ക് പുറത്തേക്ക് മമതാ ബാനർജി പോയി. അതിനാൽ ഒരു ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് 42 സീറ്റുകളിൽ മത്സരിക്കും. ഒപ്പം BJP ആണ് അവിടെ തൃണമൂലിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഈ പറയുന്ന കോൺഗ്രസും CPM ഒന്നും ചിത്രത്തിൽ പോലും ബംഗാളിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട മത്സരം തൃണമൂൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള മത്സരമാണ്. 2019 നേരത്തെ കണക്ക് സൂചിപ്പിച്ചിരുന്നു. 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് 23 സീറ്റുകളിൽ തൃണമൂൽ പിടിച്ചപ്പോൾ തൊട്ടു പിന്നിൽ 18 സീറ്റുകളുമായി മമതയ്ക്ക് വലിയ ഭീഷണിയായി BJP 2019 ഉയർന്നു വന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഈ തവണ അതൊരു 25 സീറ്റിന് മുകളിലെങ്കിലും പിടിക്കും എന്ന വലിയ പ്രതിജ്ഞയെടുത്താണ് BJPയുടെ പ്രവർത്തനം പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നടക്കുന്നത്. കാരണം 2014 സീറ്റ് നില നോക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ 2 സീറ്റ് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അസൻസോളും അതോടൊപ്പം തന്നെ ഡാർജിലിംഗും മാത്രമായിരുന്നു. ആ അസൻസോളിൽ നിന്നും ഡാർജിലിംഗിൽ നിന്നുമാണ് പിന്നീട് 2019 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും BJP ഏതാണ്ട് 18 സീറ്റിലേക്ക് കുതിച്ചു ചാടിയത്. അതിനാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പശ്ചിമ ബംഗാളിൽ നിന്നും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മമതയ്ക്ക് സ്വസ്ഥതയില്ലാത്ത രാത്രികളും ഉറക്കമില്ലാത്ത പകലുകളും ഒക്കെ സമ്മാനിക്കുന്ന രീതിയിലുള്ള വെല്ലുവിളിയാണ് BJP ബംഗാളിൽ ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ കടുത്ത മത്സരം മമതയ്ക്കും BJPക്കും ഇടയിലാണ്. CPM കോൺഗ്രസും പശ്ചിമ ബംഗാളിൽ അപ്രസക്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലനിൽപ്പ് എങ്കിലും മുന്നോട്ട് വരണം. എന്തായാലും ബീഹാറിൽ നിതീഷ് കുമാറിന്റെയും പശ്ചിമ ബംഗാളിൽ മമതയുടെയും ഒക്കെ ബാനറിൽ അവരുടെ തണലിൽ ലോക്സഭയിലേക്ക് എത്താമെന്ന് ആശിച്ച കോൺഗ്രസിനും CPMനും ഒക്കെ അത്ര സുഖകരമായ കാര്യങ്ങൾ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗൗതം, ഈ BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ എന്നാണ് പ്രഖ്യാപനം ഉണ്ടാകുക? അക്കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ട്? പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ ഇനിയും ഏതാനും സ്ഥാനാർത്ഥികളെ കൂടി നിശ്ചയിക്കാനുണ്ട്. ഒപ്പം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാനിരിക്കുന്നു. ഉമേഷ്, ഉടൻ തന്നെ BJPയുടെ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇതിനായി ചേരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങളുടെ നേതൃത്വവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയും ചർച്ച നടത്തിയിരുന്നു. പ്രധാന ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ സഖ്യം സംബന്ധിച്ചാണ്. കാരണം പല വിശാല സംസ്ഥാനങ്ങളിലും NDA സഖ്യം വീണ്ടും ശക്തമാകുന്നുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളും NDAയോടൊപ്പം ചേരുകയാണ്. അതിൽ ബീഹാറിൽ സഖ്യ ചർച്ചകൾ പൂർത്തിയായി കഴിഞ്ഞു. നിതീഷ് കുമാറിന്റെ ജനതാദൾ യു 16 സീറ്റിലും BJP 17 സീറ്റിലും, ഒപ്പം രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് ബാക്കി സീറ്റുകളിൽ മത്സരിക്കും. ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയ്ക്ക് 1 സീറ്റ് നൽകിയിട്ടുണ്ട്. തമിഴ്നാട്ടിലും സഖ്യ ചർച്ചകൾ ഏതാണ്ട് വിജയകരമായി പൂർത്തീകരിച്ചു. 10 സീറ്റുകളിൽ പട്ടാളി മക്കൾ കക്ഷി മത്സരിക്കുന്നുണ്ട്. അൻപുമണി രാംദാസിന്റെ PMK കഴിഞ്ഞ 10 വർഷക്കാലമായി NDAയുടെ ഭാഗമാണ് ദേശീയ തലത്തിലെങ്കിലും തമിഴ്നാട്ടിൽ PMK സ്വന്തം നിലയിലാണ് നിന്നത്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ വണ്ണിയാർ സമുദായത്തിന് നിർണായക സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായ അൻപുമണി രാംദാസിന്റെ പട്ടാളി മക്കൾ കക്ഷി ഈ BJPക്ക് ഒപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. തമിഴ്നാട്ടിലും സഖ്യ ചർച്ചകൾ ഏതാണ്ട് പൂർത്തീകരിച്ചു. ഇപ്പോൾ മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് BJPയിൽ തുടരുന്നത്. മഹാരാഷ്ട്രയിൽ വലിയ നീക്കങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ നേതാവ് രാജ് താക്കറെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഒരുപക്ഷെ രാജ് താക്കറെയുടെ NDA പ്രവേശനം സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ വിശാല സംസ്ഥാനങ്ങളിലെ സഖ്യ ചർച്ചകൾ, പ്രത്യേകിച്ച് NDAയിലെ സീറ്റ് ധാരണയാണ് ഇപ്പോൾ പ്രധാനമായും ഡൽഹിയിൽ നടക്കുന്ന ചർച്ച. അതിനുശേഷം ഈ 3ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും വളരെ വേഗത്തിൽ തന്നെ പുറത്തിറക്കുമെന്നാണ് BJPയുടെ ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഇനിയും 4 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത്. കൊല്ലം, അതോടൊപ്പം തന്നെ എറണാകുളം, ആലത്തൂര്, വളരെ നിർണായകമായി ഏവരും ഉറ്റുനോക്കുന്ന വയനാട് എന്നീ 4 മണ്ഡലങ്ങൾ. അവിടുത്തെ സ്ഥാനാർത്ഥികളെ കൂടി BJP പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ ലിസ്റ്റ് വളരെ വേഗം പുറത്തിറക്കുമെന്നാണ് ദേശീയ നേതൃത്വം അറിയിക്കുന്നത്. എന്തായാലും വരുന്ന ബുള്ളറ്റിനുകളിൽ വിശദമായ വിവരങ്ങൾ കൂടി പങ്കുവെക്കാൻ കാത്തിരിക്കുന്നു ഗൗതം.